ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ പല വിമർശനങ്ങളും നേരിടേണ്ടി വന്ന നടിയാണ് ലെന. തന്റെ ആത്മകഥയായ ദ ബയോഗ്രഫി ഓഫ് ഗോഡിലൂടെയാണ് ലെന വിഷാദത്തെക്കുറിച്ച് പല വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അന്നു മുതൽക്കേ ലെനയെ വിമർശിച്ച നിരവധി ആളുകളും രംഗത്തെത്തിയിരുന്നു. ജീവിതം പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നത്. ഞാൻ എഴുതിയ പുസ്തകങ്ങളും പല ആളുകളും ഒറ്റത്തവണയായിട്ടാണ് വായിച്ചത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് തന്നെ വലിയ കാര്യമാണെന്നും ലെന അന്ന് പറഞ്ഞിരുന്നു. അതേസമയം മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമൊക്കെയായി സമൂഹ മാധ്യമത്തിലും സജീവമാണ് ലെനയെന്ന് പറയേണ്ടതില്ലല്ലോ. വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളുമായാണ് താരം എത്താറുള്ളത്. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി അങ്ങേയറ്റത്തെ പരിശ്രമങ്ങളും താരം നടത്താറുണ്ട്. വിവാഹത്തോടെ അഭിനയ മേഖലയിൽ നിന്നും ബ്രേക്ക് എടുത്തിരിക്കുകയാണോ, കാണാനില്ലല്ലോ തുടങ്ങിയ ചോദ്യങ്ങളിൽ പ്രതികരിച്ചിരിക്കുകയാണ് താരം ഇപ്പോൾ. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു ഇതേക്കുറിച്ച് വ്യക്തമാക്കിയത്. അടുത്തിടെ ഞാൻ ശ്രദ്ധിച്ചതാണ്. ഞാൻ അമേരിക്കയിലേക്ക് താമസം മാറിയതാണോ, അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നതാണോ എന്ന കാര്യത്തിൽ എന്റെ സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർക്കും ആരാധകർക്കും ഒരുപാട് ആശയക്കുഴപ്പമുണ്ടെന്ന്. ഈ പോസ്റ്റിലൂടെ അറിയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി കൊച്ചിയിൽ താമസിക്കുന്നു എന്നതാണ്. അഭിനയത്തിലേക്കും ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്റെ കംബാക്ക് ചിത്രം വലതുവശത്തെ കള്ളൻ സംവിധാനം ചെയ്ത ജിത്തു ജോസഫിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഈ ചിത്രം ജനുവരി 30-ന് റിലീസ് ചെയ്യും. നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി എന്നായിരുന്നു ലെന കുറിച്ചത്. ഗംഭീര തിരിച്ചുവരവായിരിക്കട്ടെ, എല്ലാവിധ ഭാവുകങ്ങളും. നിരവധി പേരാണ് പോസ്റ്റിന് താഴെ ലെനയ്ക്ക് ആശംസ അറിയിച്ചത്. വലതുവശത്തെ കള്ളൻ സിനിമയുടെ ടീസറും താരം പങ്കുവച്ചിരുന്നു. ബിജു മേനോനെയും ജോജുവിനെയാണ് ടീസറിൽ കാണിക്കുന്നത്. ഗഗയാൻ ദൗത്യത്തിലെ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെ കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വന്ന സമയത്തായിരുന്നു ലെന തന്റെ വിവാഹത്തെക്കുറിച്ച് പരസ്യമായി തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ഇതിലും നല്ലൊരു ദിവസമില്ലെന്നായിരുന്നു താരം പറഞ്ഞത്. പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് വിവാഹ വിവരം മറച്ചുവെക്കേണ്ടി വന്നതെന്നും താരം തുറന്നു പറഞ്ഞിരുന്നു. വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നുവെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് പ്രശാന്തുമായി പരിചയത്തിലായത് എന്നതിനെക്കുറിച്ച് അഭിമുഖങ്ങളിലെല്ലാം അവർ വാചാലയായിരുന്നു. ആഗ്രഹിച്ച പോലുള്ള ജീവിതമാണ് ഇപ്പോഴത്തേത്. വിവാഹശേഷം അഭിനയിക്കുന്നതിൽ അദ്ദേഹത്തിന് എതിർപ്പുകളില്ലെന്നും താരം പറഞ്ഞിരുന്നു. സ്നേഹത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും മാനസികാരോഗ്യത്തെക്കുറിച്ചുമൊക്കെ പറയുന്ന ലെനയുടെ അഭിമുഖം നേരത്തെ വൈറലായിരുന്നു. രൂക്ഷമായ വിമർശനങ്ങളും ട്രോളുകളുമൊക്കെയായിരുന്നു അന്ന് ലെനയ്ക്ക് ലഭിച്ചത്. വൈറലായ അഭിമുഖം പ്രശാന്തും കണ്ടിരുന്നു. അതിനുശേഷമാണ് ഇരുവരും പരിചയത്തിലായത്. സംസാരിച്ചു വന്നപ്പോഴാണ് സമാന ചിന്താഗതിക്കാരാണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ ജാതകപ്പൊരുത്തം നോക്കുമായിരുന്നു. അതും ഉത്തമമായിരുന്നു. അടുത്ത ബന്ധുക്കളായിരുന്നു വിവാഹത്തിൽ പങ്കെടുത്തിരുന്നത്.